ഒരാള് വീട്ടിലങ്ങ് കയറി ചെല്ലുമ്പോൾ അയാളെ ചെല്ലേണ്ടത് എന്താണ്? ഹബീബായ തങ്ങൾ പറയാണ്, ഇദാ ദഖല റജുലു ബൈതഹു, ഒരാള് വീട്ടിൽ കയറിയാൽ ഫദക്കറല്ലാഹ തആല ഇൻദ ദുഖൂലിഹി, ആ പ്രവേശിക്കുന്ന സമയത്ത് അല്ലാഹനെ ഓർത്തിട്ട് അല്ലാഹനെ പറഞ്ഞിട്ട് പ്രവേശിക്കണം. അതെങ്ങനെ? ബിസ്മില്ലാഹ്. വീട്ടിൽ കയറുന്ന സമയത്ത്, അത് പള്ളിയൊന്നുമല്ല ശരിയാണ്, എന്നാലും വീട്ടിൽ കയറുന്ന സമയത്ത് ബിസ്മില്ലാ. അത് പുരുഷന്മാരായാലും ശരി സ്ത്രീകളായാലും ശരി, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് മടങ്ങി വരുമ്പോ വീട്ടിൽ അങ്ങ് കാലെടുത്ത് വെക്കുമ്പോ ബിസ്മില്ലാ അത്ര ചൊല്ലിയാ മതി. ഇത് ആർക്കാ ചൊല്ലാൻ കഴിയാത്തത്? എത്ര പേരത് ചൊല്ലാൻ ശ്രമിക്കും? നോക്കാം. ബിസ്മില്ലാ ഞാൻ ചൊല്ലാൻ ശ്രമിക്കും. ഈ സദസ്സിന് എത്ര പേര് ചൊല്ലാൻ ശ്രമിക്കും? അത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാന. ഒരു ബിസ്മില്ല. തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല, ഒരു ബിസ്മില്ല. വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ വീട്ടിൽ അങ്ങ് പ്രവേശിക്കുന്ന സമയത്ത്, വീട്ടിൽ എൻ്റർ ആകുന്ന സമയത്ത് ബിസ്മില്ലാ. ഒരു ബി, ഒരു ഇസ്മി, ഒരു അല്ലാ, 3 പദേ ഉള്ളൂ. ബിസ്മില്ലാ അല്ലാ. അതങ്ങ് ചൊല്ലിയാൽ ഹബീബായ തങ്ങൾ പറയാണ്, ആ വീട്ടിലേക്ക് പിശാച് കടക്കൂല. പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാര് വീട്ടിൽ തെറ്റാനുള്ള കാരണം പിശാചിന്റെ ശ്രമമാണ്. പിശാച് വീട്ടിൽ വന്ന് സാന്നിധ്യം ഉറപ്പിക്കുമ്പോഴാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വീട്ടിലെ പിശാചിന്റെ സാന്നിധ്യം ഇല്ലാതെയാക്കി കളയണം. അതിനെന്താ ചെയ്യേണ്ടത്? വീട്ടിൽ കയറുന്ന സമയത്ത് ബിസ്മില്ലാ, ബിസ്മി ചൊല്ലിയിട്ടങ്ങ് കയറണം. അതാണ് ആകെ ചെയ്യേണ്ട ഒരു പരിഹാരമാണത്. ഇങ്ങനെ ഒരുപാട് ദിക്റുകളുണ്ട്. അത് മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ ഓരോ സമയത്ത് സന്ദർഭത്തിന് ഓരോ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ചില ജീവികളുണ്ടല്ലോ, ആ ജീവികളുടെ ശബ്ദം കേട്ടാൽ നിങ്ങൾ ചിലത് ചെയ്യണം. സുബ്ഹാന ജല്ല ജലാലു. നായ കുറച്ചാൽ, നായ കുറക്കാന്നല്ലേ? അങ്ങനെ തന്നെയല്ലേ? അത് അവിടുത്തെ നായാണെങ്കിലും ഇവിടുത്തെ നായനൊക്കെ കുറക്കാണ്. നായ കുറച്ചാൽ കല്ലെടുത്തങ്ങ് എറിയലല്ല വേണ്ടത്. ഒരു നായ കുറക്കുന്ന ശബ്ദം കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോഴി കൂകണ ശബ്ദം കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സുബ്ഹാന ജല്ല ജലാലു. ചില ജീവികൾ ശബ്ദമുണ്ടാക്കിയാൽ ആ ശബ്ദം ദുആക്ക് ഉത്തരം കിട്ടുന്ന നേരമായിരിക്കും, നമ്മളത് ശ്രദ്ധിക്കൂല. അതുപോലെ തന്നെ കഴുത, കഴുത ഒച്ച വെച്ചാൽ, കഴുതയുടെ ശബ്ദം കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ സമിഅതും നഹീഖൽ ഹമീരി വൽ കിലാബി, ഓ നിങ്ങൾ കഴുതയുടെ ശബ്ദം കേട്ടാൽ, നായ കുറക്കുന്ന ശബ്ദം കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഫതഅവ്വദൂ ബില്ലാഹി മിനശ് ശൈത്വാൻ, നിങ്ങൾ പിശാചിൽ നിന്ന് അല്ലാഹുവോട് കാവൽ ചോദിക്കണം. നായ കുറക്കുന്ന ശബ്ദം കേട്ടാൽ നിങ്ങൾ അപ്പ പറയണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണം. കഴുത ഒച്ച വെക്കണ ശബ്ദം കേട്ടാൽ നിങ്ങൾ അപ്പ പറയണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതുപോലെ എന്തേ കാരണം? എന്തേ നായയും കഴുതയും ആ ശബ്ദം കേട്ടാൽ നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയേണ്ടത്? അതിന്റെ അർത്ഥം എന്താണ്? അഊദു, ഞാൻ കാവൽ ചോദിക്കുന്നു, ബില്ലാഹി അല്ലാഹുവോട്, മിനശ് ശൈത്വാനിർ റജീം, റജീമായ ശൈത്താനിൽ നിന്ന് ഞാൻ അല്ലാഹുവോട് കാവൽ ചോദിക്കുന്നു. അപ്പൊ അല്ലാഹുവോട് ശൈത്താനിൽ നിന്ന് കാവൽ ചോദിക്കലായി. എന്തേ ആ ജീവികൾ ശബ്ദമുണ്ടാക്കുമ്പോ അല്ലാഹുവോട് പിശാചിൽ നിന്ന് കാവൽ ചോദിക്കേണ്ട ആവശ്യം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു ന്യായം പറഞ്ഞിട്ടുണ്ട്. ആ ജീവികൾ വെറുതെയല്ല ശബ്ദിക്കുന്നത്. ഫഇന്നഹാ റഅത് ശൈത്വാനാ, കഴുത ശബ്ദിച്ചാൽ അതിന്റെ അർത്ഥം പിശാചിനെ കണ്ടിട്ടാണ് ശബ്ദിക്കുന്നത്. നായ കുരച്ചാൽ അതിന്റെ അർത്ഥം പിശാചിനെ കണ്ടിട്ടാണ് കുരച്ചത്. അപ്പൊ പിശാചിൽ നിന്ന് കാവൽ ചോദിക്കണോ? എന്നാൽ കോഴി കൂകണ ശബ്ദം കേട്ടാലോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഇദാ സമിഅതും സിയാഹദിക, കോഴി കൂകണ ശബ്ദം കേട്ടാൽ എന്ത് ചെയ്യണം? വേഗം അങ്ങ് എടുത്തു കൊണ്ടുപോയി അറുക്കണോന്നല്ല,
അത് നിങ്ങളെ വീട്ടിലെ കോഴി കൂകിയാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാതെ നിങ്ങൾക്കുള്ളതാണ്. മറ്റൊരുത്തന്റെ വീട്ടിലെ കോഴി കൂകണ ശബ്ദം കേട്ടാൽ വേഗം പോയി അറുക്കലല്ല വേണ്ടത്. നിങ്ങളെ വീട്ടിലെ കോഴിയായാലും എവിടത്തെ കോഴിയായാലും ആരുടെ കോഴിയായാലും എവന്റെ കോഴിയായാലും കോഴി കൂകണത് കേട്ടാൽ നിങ്ങളവിടെ ചെയ്യേണ്ടത് ഫസലുല്ലാഹ മിൻ ഫളിഹി, നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾ അല്ലാഹുവോട് ചോദിച്ചു വാങ്ങണം. കാരണം കോഴി കൂകണ ശബ്ദം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാ. നിങ്ങൾക്ക് രോഗമുണ്ടോ, ആ രോഗം മാറിക്കിട്ടാൻ അല്ലാഹുവോട് കോഴി കൂകണ സമയത്ത് ദുആ ചെയ്യാം. കടങ്ങളുണ്ടോ മാറിക്കിട്ടാൻ ദുആ ചെയ്യാം. പ്രയാസങ്ങളുണ്ടോ മാറിക്കിട്ടാൻ ദുആ ചെയ്യാം. വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ടോ പൂർത്തിയാകാൻ ദുആ ചെയ്യാം. എപ്പോ കോഴി കൂകണ ശബ്ദം കേട്ടാൽ. എന്തേ കാരണം? കോഴി എന്തിനാണ് കൂകണതെന്നറിയോ? ഫഇന്നഹാ റഅത് മലക്കാ, മലക്കിനെ കണ്ടിട്ടാണ് കോഴി കൂകണത്. ആ മലക്കിനെ കണ്ടിട്ട് കോഴി കൂകുമ്പോ നിങ്ങൾ അവിടെ നിന്ന് ദുആ ഇരുന്നാൽ ആ ദുആക്ക് ആമീൻ പറയുന്നത് മലക്കാണ്. അപ്പൊ നിങ്ങളെ ദുആക്ക് അല്ലാഹു ഉത്തരം തരുന്നു. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കോഴി കൂകണ സമയത്ത് ചെയ്യേണ്ടത് പറഞ്ഞു. അതുപോലെ മറ്റു ജീവികളെന്നും പറഞ്ഞു. ഇനി പറയട്ടെ, ഇപ്പൊ ഓക്കിയുടെ കാലമാണ് അല്ലെ? ഇവിടെ ഓക്കി വന്നോ?